ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നാട്ടിലാണ്. ഇപ്പോൾ നാട്ടിലാകുമ്പോൾ നല്ല കാലാവസ്ഥയാണ്, ഇവിടെ മഴയുണ്ട്. അപ്പോൾ എൻ്റെ തറവാട് സ്ഥലം, അതായത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്ഥലം, അപ്പോൾ കുട്ടികളെല്ലാം പറഞ്ഞ് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പ്രകൃതിയാൽ മനോഹരമായിട്ട് നമ്മൾ കാണേണ്ട കാഴ്ചയാണ് എൻ്റെ തറവാടിലുള്ളത്. അപ്പോൾ അവിടെ ഒരു തോടുണ്ട്, കുട്ടികൾ കുളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഞങ്ങളെ 1-2 കുടുംബാംഗങ്ങളെ കൂടി ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അവരോട് ഒന്നിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ തറവാട് വീടെന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിൽ നല്ല മനോഹരമായിട്ടുള്ള തോട്ടമുണ്ട്. പിന്നെ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന, അതായത് കുറച്ച് കുഴിയിലുള്ള ഒരു സ്ഥലമാണ്. ആ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ വീഡിയോ. ഇരുന്നോ. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ ഞങ്ങൾ വന്ന് ഞങ്ങളെ എൻ്റെ തറവാട് സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഈ റോഡ് എന്ന് പറയുമ്പോൾ ഒന്നൊന്ന് കാണുക, പ്രകൃതി മനോഹരമായിട്ടുള്ള അടിപൊളി കാഴ്ചകൾ. ഞങ്ങളെ സ്ഥലത്തേക്ക് എത്തി. പക്ഷെ ഞങ്ങളെ കൂടെ വന്ന ഞങ്ങളെ അൽത്താസിന് ഇതാദ്യം ഇറക്കുന്നതല്ലേ, അപ്പം എങ്ങനെ എന്നുള്ളത് എനിക്കറിയില്ല. എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം. അതെയാ, നീ അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു നീ പേടിച്ചു പോയില്ല. എങ്ങനെ അടിപൊളിയല്ലേ? നമ്മളെ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. നല്ല സ്ഥലം, നല്ല പന. അത് നമ്മളെ കുടി. ഞാനുണ്ട് ഇവിടെ ഉണ്ട്. ആദ്യം നമുക്ക് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ടായിട്ട് ഇറങ്ങാം കേട്ടോ. ഇത് ഫുള്ള് ഉണ്ടാന്ന് അൽത്താസ, ഫുള്ള് മഴ പെയ്യുമ്പോ ഇല്ലേ ഇത് നിറഞ്ഞു മറിയല് ഈ തോട്. ആടയുണ്ട്. അതിന്റെ മീത്തൊന്ന് തുള്ളൽ. ഇപ്പൊ കുറഞ്ഞത്, കുറച്ച് ദിവസം മഴ ഉണ്ടായിട്ടില്ലല്ലോ, അപ്പൊ കുറഞ്ഞത്. ഇത് അങ്ങ് വരുന്നത്, ഇത് കൽനാട് പാലം കണ്ടിട്ടില്ലേ നീ? അതിലേക്ക് ടച്ചാണ് നീ പറഞ്ഞ ധൂമ്പില പോയെന്ന് പറയുന്ന അതില്. അങ്ങനെ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ തറവാട് സ്ഥലമാണ്. എത്രയോ പ്രാവശ്യം ഞാൻ കുളിച്ചിട്ട്, അതായത് രാവിലെ വന്നിട്ട് രാത്രി 7 മണി വരെ ഈ വെള്ളത്തിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്, ആ ഒരു സ്ഥലം. അപ്പോൾ ആ പഴയ ഒരു ഓർമ്മ ഒരിക്കലും എന്നിൽ വിട്ട് പോവില്ല. അപ്പോൾ അവിടത്തേക്കാണ് ഞാൻ എൻ്റെ കുട്ടികളെയും ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ഞങ്ങളോട് അറ്റാച്ചുള്ള ആൾക്കാരാണ്, അവരെയും കൂട്ടിയിട്ടാണ് ഞാൻ വന്നത്. അങ്ങനെ ഞാനും കുളിക്കാൻ റെഡിയായി കേട്ടാ. അപ്പോൾ കുളിക്കുന്ന ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല, തൽക്കാലം ഒപ്പിക്കാനുള്ള തുണി കൊടുത്തിട്ട് തന്നെ ഞാൻ ഇറങ്ങാൻ പോകുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ആ ചെക്കൻ പറഞ്ഞാൽ ശരി തന്നെ. ചെക്കനോട് ഞാൻ ചോദിച്ച അത്രയുണ്ട് ഓന്റെ ഇത്ര. പ്രശ്നമില്ല. തണുപ്പുണ്ടല്ലോ. അൽത്താസിന്റെ സ്പെഷ്യൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അൽത്താസിന്റെ വേറൊരു പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചലനമില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അൽത്താസ്. ചലിക്കുന്ന എനിക്ക് താങ്ങണ്ട എനിക്ക്. അപ്പൊ കളിച്ചോ വാ. ഇല്ല ആദ്യം നിൽക്കാം. ഓക്കെ. 1 2 3. ഇതെന്ത് അൽത്താസല്ല? ഞാനിവിടെ വന്ന എത്ര ഉണ്ട് നോക്കട്ടെ. ആയ നോക്കാൻ ഐറ്റം നോക്കാൻ വെള്ളത്തിന്റെ
സെൽഫിക്കല്ല മോളെ. ആ ജയാന് കണക്കട്ടാ. ഇല്ല ഓന് ഇടമുങ്ങും. ഇവിടെ കുറച്ചും സെൽഫിക്കല്ല മോളെ. കൈ വെള്ളത്തിൽ അടിച്ചിട്ട് കറങ്ങ്. കൈ അളക്കല്ല. ആ കൈ അടിക്ക് ഇങ്ങനെ വെള്ളത്തിൽ. ആ കറങ്ങ് കറങ്ങ് കറങ്ങ്. ആ അങ്ങനെ ഞങ്ങള് 1-2 മണിക്കൂർ എൻജോയ് ചെയ്ത് ഇനി ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഞാനത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 മുങ്ങൽ കൂടി മുങ്ങുന്നു. അൽത്താസ് ഒരുപാട് പ്രകടനം കാണിച്ചുകൊണ്ട് ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇവിടെ. വെള്ളത്തിന് വെയിറ്റാ? വെള്ളത്തിന് വെയിറ്റ് ഉണ്ടാവുമല്ലോ. അതാ ഓക്കെ. അപ്പം നമുക്ക് നിർത്താം. എല്ലാവർക്കും ഒരു ബൈ ബൈ പറയാം അല്ലേ? ഒരു മിനിറ്റ്. അല്ല ഈല് പറയാ. അങ്ങനെ ഞങ്ങളെ എൻജോയ് ഇവിടെ ഫിനിഷ് ചെയ്യാൻ പോകുന്ന കേട്ടാ അല്ല. എല്ലാരും കൂടി ഒരു അങ്ങനെ ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങളെ അയൽവാസി, ഞങ്ങളോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന, എൻ്റെ ഉമ്മാനോട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന നമ്മളെ സുഖു എന്ന് പറയുന്ന സുഖു. പണ്ട് പണ്ടേ ഉപ്പ ഉള്ള സ്നേഹവും കുടുംബം ഒരു വീട് പോലെയുള്ള ഒരു ഇതായിരുന്നു നമ്മള്. പഴയ ആളുകളെല്ലാം പോയി ഇപ്പൊ നമ്മള് പുതിയ തലമുറ. അതെ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. അമ്മ വീട്ടിൽ വന്നതും സംസാരിച്ചതും ഉമ്മാനോടുമായിട്ട് കുറേ നേരം പണ്ട്. അതുപോലെ അച്ഛന് ഇതിലെ കൂടിയിട്ട് വരും. രാവിലെ വീലെ കൂടി വരും. അപ്പൊ ഉപ്പാന്റെ ഒരു ചോദ്യം ഉണ്ടാവും, വൈദ്യരാ സുഖന്നാ. അതെ അതെ. അതായത് പ്രകൃതി കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാവുന്ന എൻ്റെ തറവാട് സ്ഥലത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഈ തോട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം. ഇപ്പോൾ ഇവിടുത്തെ കവുങ്ങുകളൊക്കെ പൂത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണം, കൂടാതെ ഇപ്പോൾ ഒരു വൈകുന്നേരം സമയമാണ് കേട്ടോ. അപ്പോൾ നേരിയ തോതിലുള്ള സൂര്യപ്രകാശം. ഓക്കെ, എന്തൊരു സുഖമാണെന്നറിയോ ഇതിലെ കൂടി നടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം വല്ലാത്തത് തന്നെ കേട്ടോ. അതായത് ആ ചെറുതായി ഒലിച്ചു വരുന്ന വെള്ളത്തിൻ്റെ ആ ശബ്ദം നമ്മൾ ആഗ്രഹിച്ചു പോകും. അതുപോലെ ആ വെള്ളത്തിൽ ചെറിയ മീനുകളുണ്ട്, ഒക്കെ നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും. ഇത് തെങ്ങും കവുങ്ങുമൊക്കെ ഉള്ള വലിയൊരു തോട്ടമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കൂടി സഞ്ചരിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീല്, അതേപോലെ തന്നെ മഴക്കാലത്ത് കുട പിടിച്ചു പോകുമ്പോഴോ വല്ലാത്ത ഒരു അനുഭവമായിരിക്കും അല്ലേ. ഇനി കാണുന്നതാണ് ഞങ്ങളുടെ തറവാട് വീട്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ പുരയാണിത്. പുരയ്ക്ക് മുമ്പ് തന്നെ ഒരു മാങ്ങമരമുണ്ട്, ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ തെയ്യമ്പാടി ഹൗസ്. ഞങ്ങളിപ്പോൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത ഒരു മെമ്മറിയായി മാറട്ടെ എന്ന് വിചാരിച്ചു. കൂടാതെ കുറച്ച് ദിവസം മുമ്പാണ് ഞങ്ങളുടെ നസിയുടെ കല്യാണം കഴിഞ്ഞത്. ആ കല്യാണത്തിന് പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം എൻ്റെ കൂട്ടുകാരൻ മോഹൻജി ഈജിപ്തിൽ വലിയൊരു ബിസിനസ് ഓപ്പൺ ചെയ്തതുകൊണ്ട് ഞാൻ അർജൻറ്റ് അങ്ങോട്ട് പോയി. അപ്പോൾ ഇപ്പോൾ ഞാൻ നസീനെയും പുതിയ പെണ്ണിനെയും ഇവിടത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. റഹ്മാനിയ എവിടെ അൽത്താസ്? മടിയാണ് അല്ലേ? അതാ എല്ലാവരും റെഡിയല്ലേ? ഇപ്പൊ കുടുംബങ്ങളെ ഒന്നിച്ച് ഒരു ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു സന്തോഷം പങ്കിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മെമ്മറി അല്ലേ. ഇപ്പോൾ ഞങ്ങൾ ഇതേപോലെ തന്നെ ദുബൈയിൽ അന്ന് പിസ്സ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ആ ഒരു ഓർമ്മയിലേക്ക് എത്തി. ഇപ്പോൾ അല്ലേ നിസ അല്ലേ? ഇത് ഞങ്ങൾ 6 വർഷം മുമ്പ് ഞങ്ങളുടെ കുടുംബക്കാർ ദുബൈയിലുള്ള സമയത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച സീനാണിത്. അപ്പോൾ അന്ന് ഞങ്ങളെ കുട്ടികളൊക്കെ വളരെ ചെറുതായിരുന്നു, ഇന്ന് അവർ വലുതായി. ഇതുപോലെ വീഡിയോ എടുത്ത് സൂക്ഷിച്ചത് കൊണ്ട് ഏത് സമയത്തും ഏത് പ്രായത്തിലും നമുക്ക് നോക്കാമല്ലോ. നമ്മുടെ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ
ആ ഓർമ്മക്കുറിപ്പ് വീണ്ടും പുതുക്കാനുള്ള ഒരു അവസരമല്ലേ. എടാ പോന്നേ അതെയാ ഞാൻ ചിത്രം തുടങ്ങിയാ എന്താ പരിപാടി മോളെ ഇന്ന് കഴിഞ്ഞത്? അടിപൊളി പരിപാടി. മിസ്സായി. ലസ്സിയും പുതിയ പെണ്ണും വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഇരുന്നതാണ്. ഇപ്പൊ അവര് മംഗലാപുരം എവിടെയോ പോയിട്ട് വന്നതാണ്. എന്ത് പറയുന്നു മോളെ? ഇതാണ് പുതിയ ഇതാണ് നമ്മളെ ഈജിപ്റ്റ് അളിയാ. അതായത് ഈ ഒരു മീറ്റപ്പ് എന്ന് പറയുമ്പോ ഒരു പ്ലാനും ഇല്ല കേട്ടോ. രാവിലെ വരെ ഒന്നുമില്ല. വൈകുന്നേരം ഇളയമ്മ ഇങ്ങനെ ഒരു ചെറിയൊരു സൂചന തന്ന് അതിങ്ങനെ ഇതുപോലെ കുടുംബങ്ങളോടൊന്നിച്ച് അല്ലെങ്കിൽ കുട്ടികളോടൊന്നിച്ച് നമ്മൾ സ്നേഹത്തോടെ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല് അല്ലെങ്കിൽ ആ മറക്കാൻ പറ്റാത്ത മെമ്മറി പറയാനില്ല. അൽത്താസ് ഞങ്ങൾ തോട്ടിൽ കുളിച്ച് ആ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. എല്ലാവരോടും തമാശ പറയുകയാണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടി? സൂപ്പറാ. നേരത്തെ വെള്ളത്തിലേക്ക് കഴിഞ്ഞ കാര്യം പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളെ പുതിയ പെണ്ണൊരു പാട്ട് പാടുന്നതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ പാട്ട് പാടുന്നു. അത് മതി, അത് മതി. പഠിക്കോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഇവൾക്കുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ ദുബൈയിൽ നിന്ന് വെച്ചിട്ട് ഇവൾക്ക് നൽകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ സൂപ്പർ ഫംഗ്ഷൻ അവസാനിച്ച് ഞങ്ങൾ നേരെ നമ്മളെ പുരയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു ബായ് പറയണം. ഇപ്പം ഞങ്ങൾ ഇവിടെ വെച്ച് പിരിയുകയാണ്. എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, ബായ്.